എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ കുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ ദ്വിതീയോധ്യായ, രണ്ടാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായമാണ്. സദ്യോമുക്തിയും ക്രമമുക്തിയും മഹാപുരുഷ വർണ്ണനയുമാണ് ഇതിൽ വിവരിക്കുന്നത്. ശ്രീശുകൻ പറഞ്ഞു, കൽപ്പാരംഭത്തിൽ ഇത്തരത്തിലുള്ള ധാരണ കൊണ്ട് ബ്രഹ്മാവ് നഷ്ടപ്പെട്ടു പോയ സ്മൃതിയെ വീണ്ടെടുത്ത് സൃഷ്ടികർമ്മം നടത്തുന്നതിന് സമർത്ഥനായി ഭവിച്ചു. മായാമയമായ കർമ്മവാസനകൾക്ക് അധീനനായി അർത്ഥശൂന്യമായ വേദവാക്യങ്ങളിൽ ഭ്രമിക്കുന്ന മനുഷ്യൻ ശാശ്വത ശാന്തിയെ പ്രാപിക്കുന്നില്ല. എന്നാൽ വിദ്വാനായവൻ അനാസക്തിയോടുകൂടി നാമമാത്രമായ അർത്ഥത്തെ സ്വീകരിക്കുന്നു. ഭോഗ്യ സുഖങ്ങളിലൊരിക്കലും അവൻ്റെ ചിത്തം പതിയുന്നില്ല. വിസ്തൃതമായ ഭൂമിയുള്ളപ്പോൾ പിന്നെന്തിനാണ് മറ്റ് ശയനോപകരണങ്ങൾ? സുസിദ്ധമായ കൈത്തണ്ടയുള്ളപ്പോൾ പിന്നെന്തിനാണ് തലയണ? കൈക്കുമ്പിളുള്ളപ്പോൾ പിന്നെന്തിനാണ് ഭക്ഷണപാത്രം? ദിക്കും മരമുരിയുമുള്ളപ്പോൾ പിന്നെന്തിനാണ് മറ്റു വസ്ത്രങ്ങൾ? നഗ്നത മറയ്ക്കുന്നതിനായി തുണിക്കഷ്ണങ്ങൾ മാർഗമധ്യേ കിടക്കുന്നില്ലേ? അന്യരെ സംരക്ഷിക്കുന്ന വൃക്ഷങ്ങൾ വേണ്ടുവോളം കായ്കനികൾ നൽകുകയില്ലേ? നദികൾ ആവശ്യാനുസൃതമായി ജലം നൽകുകയില്ലേ? വസിക്കുന്നതിനാവശ്യമായ ഗുഹകൾ അടഞ്ഞുപോയിട്ടില്ലല്ലോ? തന്നെ ആശ്രയിക്കുന്നവരെയെല്ലാം ഭഗവാൻ സംരക്ഷിക്കുകയില്ലേ? പിന്നെന്തിനാണ് വിവേകികൾ ധനം കൊണ്ട് മത്തരായി തീർന്നവരെ ആശ്രയിക്കുന്നത്? ഇപ്രകാരം വിരക്തി നേടിയവൻ്റെ ഹൃദയകമലത്തിൽ പരമാത്മാവും പ്രിയം നൽകുന്നവനും സത്യസ്വരൂപനും ആദിമധ്യാന്തരഹിതനുമായ ഭഗവാൻ ആവാസം ചെയ്യുന്നു. ഈ നിശ്ചയദാർഢ്യത്തോടുകൂടി ഭഗവാനെ ഭജിക്കുന്നവരുടെ അവിദ്യകളെല്ലാം നശിച്ചു പോകുന്നു. സംസാരമാകുന്ന വൈതരണിയിൽ പതിച്ച് ജനങ്ങൾ സ്വകർമ്മജന്യങ്ങളായ ദുഃഖം ഭുജിക്കുന്നത് നിരന്തരം കാണുന്നുണ്ടെങ്കിലും മനുഷ്യർ ഈശ്വരചിന്ത കൂടാതെ കേവലം മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടുന്നു. ഒരു ചാൺ വലിപ്പത്തിലുള്ളവനും 4 തൃക്കൈകളിൽ ഗദ, ശംഖം, ചക്രം, പത്മം എന്നിവ ധരിച്ചിരിക്കുന്നവനുമായ ഈശ്വരസ്വരൂപത്തെ ചില സാധകന്മാർ ഹൃദയത്തിൽ ദർശിക്കുന്നു. സദാപ്രസന്നമായ ശ്രീമുഖത്തോടും താമരയിതൾ പോലെ നീണ്ട തൃക്കണ്ണുകളോടും കദംബപുഷ്പത്തിൻ്റെ അല്ലി പോലെ മഞ്ഞ നിറം കലർന്ന ചുവപ്പോടുകൂടിയ മഞ്ഞപ്പട്ടുടയാടയോടും വിശിഷ്ട രത്നങ്ങൾ പതിച്ചതും സ്വർണ്ണനിർമ്മിതവുമായ തോൾവളകളോടും കിരീടം, കുണ്ടലം എന്നിവയോടും വിടർന്ന ഹൃദയപത്മത്തിൻ്റെ കർണികയിൽ യോഗേശ്വരന്മാരാൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഇളം തളിരിനു തുല്യമായ ശ്രീപാദത്തോടും വക്ഷപ്രദേശത്ത് അധിവസിക്കുന്ന ലക്ഷ്മീദേവിയാകുന്ന ചിഹ്നത്തോടും ഒരിക്കലും വാടാത്ത വനമാലയോടും കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭത്തോടും നാനാഭരണങ്ങൾ അണിഞ്ഞവനും ചുരുണ്ട് കറുത്ത കേശഭാരത്തോടും ചന്ദ്രിക വഴിക്കുന്നത് പോലെയുള്ള ശ്രീമുഖത്തോടും കൃപാമൃതം തൂകുന്ന മന്ദഹാസത്തോടും കൂടിയ ഭഗവാന്റെ ദിവ്യരൂപത്തെ ധാരണ ചെയ്യണം. ചിത്തശുദ്ധി നേടുന്നതുവരെ ഭഗവാന്റെ പാദാദി കേശാംഗങ്ങളെ ഓരോന്നായി ധ്യാനിക്കണം. ഓരോന്നിലുമുള്ള ധ്യാനം സ്ഥിരമായി തീർന്നാൽ അതാതിന് ഉപരിയായിട്ടുള്ളതിലേക്ക് ധ്യാനത്തെ വ്യാപരിപ്പിക്കണം. സർവേശ്വരനായ ഭഗവാനിൽ ഈ വിധത്തിലുള്ള ദൃഢഭക്തി ഉണ്ടാകുന്നതുവരെ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി ഭഗവാന്റെ സ്ഥൂലരൂപത്തെ ധ്യാനിക്കണം. ദിക്ക്, കാലം മുതലായ ചിന്തകൾ കൂടാതെ യോഗി സ്വദേഹം വെടിയാനൊരുങ്ങുന്നതിന് മുമ്പായി സുഖാസനത്തിൽ അസംഗനായിരുന്ന് പ്രാണേന്ദ്രിയാദികളെ അടക്കണം. അനന്തരം മനസ്സിനെ ബുദ്ധിയിലും, ബുദ്ധിയെ ക്ഷേത്രജ്ഞനിലും, ക്ഷേത്രജ്ഞനെ ആത്മാവിലും, ആത്മാവിനെ പരമാത്മാവിലും ചേർത്തിട്ട് പരമശാന്തിയോടുകൂടി കർമ്മങ്ങളിൽ നിന്ന് വിരമിക്കണം. ദേവന്മാർക്ക് പോലും ഉപരിയായ കാലത്തിനു പോലും നിയന്ത്രണമില്ലാത്തവനും ത്രിഗുണങ്ങളോ വികാരങ്ങളോ മഹത്തത്വാദികളോ ബാധിക്കാത്തവനുമായ ആ യോഗി നേരി എന്ന നിഗമനത്തിലൂടെ ആത്മാവ് അല്ലാത്തതിനെയെല്ലാം നിരാകരിക്കുന്ന യോഗി ദേഹാഭിമാനം വെടിഞ്ഞ് വിഷ്ണുപദത്തെ മാത്രം പരമമായി കണക്കാക്കുന്നു. ഇപ്രകാരമുള്ള ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച യോഗി സംസാരത്തിൽ നിന്നും വിരമിച്ച് യോഗ സാധനകൾ അനുഷ്ഠിക്കുവാൻ തുടങ്ങണം. അനന്തരം
കാൽമടമ്പ് കൊണ്ട് മലദ്വാരത്തെ യോഗശാസ്ത്രം അനുശാസിക്കുന്ന വിധം അമർത്തിയടച്ച് പ്രാണവായുവിനെ, അതായത് കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ആനയിക്കണം. മണിപൂരകം, അതായത് നാഭിയിൽ എത്തിയ വായുവിനെ അനാഹതത്തിലേക്ക്, അതായത് ഹൃദയത്തിലേക്ക് ഉയർത്തി അവിടെ നിന്നും ഉദാന മാർഗത്തിലൂടെ വിശുദ്ധി ചക്രത്തിലേക്ക്, അതായത് മാറിലേക്ക് ഉയർത്തണം. പിന്നെ ധീരനായി ബുദ്ധി കൊണ്ട് അനുസന്ധാനം ചെയ്ത് വിശുദ്ധി ചക്രത്തിൻ്റെ അഗ്രഭാഗമായ അത് താലുമൂലത്തിലേക്ക് എത്തിക്കണം. പിന്നെ മുഖത്തുള്ള 7 പ്രാണമാർഗങ്ങളെയും 2 കണ്ണ്, 2 നാസാദ്വാരങ്ങൾ, 2 ശ്രോതേന്ദ്രിയം, വായ എന്നിവയിലൂടെ നിരോധിച്ച് ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തണം. പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിൽ നിർത്തി അരമുഹൂർത്തം സ്ഥിര ദൃഷ്ടിയായിരുന്ന് മൂർധാവിനെ ഭേദിച്ച് പ്രാണന്മാരെ ആ ദ്വാരത്തിലൂടെ ബഹിർഗമിപ്പിച്ച് ദേഹേന്ദ്രിയങ്ങളെ വെടിഞ്ഞ് മുക്തനായിത്തീരണം. ത്രിഗുണാത്മകമായ ഈ ബ്രഹ്മാണ്ടത്തിൽ അഷ്ടൈശ്വര്യ സിദ്ധിയോടുകൂടിയവനായി തീരണം എന്നാഗ്രഹിക്കുന്നവൻ മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടെ പോകണം. വിദ്യാ, തപസ്, യോഗം, സമാധി തുടങ്ങിയവ കൊണ്ട് വായുവിൽ അലിഞ്ഞ സൂക്ഷ്മ ശരീരത്തോടുകൂടിയ യോഗികൾക്ക് ത്രിലോകങ്ങളുടെയും അകത്തും പുറത്തും സഞ്ചരിക്കാൻ കഴിയുന്നതായി പറയപ്പെടുന്നു. കർമാനുഷ്ഠാനം കൊണ്ട് ഇവയൊന്നും സാധ്യമല്ല. സൂക്ഷ്മ ശരീരത്തിൻ്റെ ഗതി സുഷുമ്ന എന്ന ബ്രഹ്മപദത്തിൽ കൂടി ആകാശമാർഗേണയാണ്. യോഗി ആദ്യമായി വൈശ്വാനര ലോകത്ത് എത്തിച്ചേരുന്നു. പിന്നെ പരിശുദ്ധനായി തീർന്ന് അതിലുപരിയായ ശ്രീഹരിയുടെ ശിശുമാര ചക്രത്തെ പ്രാപിക്കുന്നു. പ്രപഞ്ചകേന്ദ്രമായ വിഷ്ണുവിൻ്റെ ഈ ശിശുമാര ചക്രത്തെ കടന്ന ശേഷം ഏകനായി സൂക്ഷ്മവും ശുദ്ധവുമായ ലിംഗശരീരത്തോടുകൂടി യോഗികൾ കൽപ്പാന്തം വരെ വസിക്കുന്നതും സർവരും നമസ്കരിക്കുന്നതുമായ മഹർലോകത്തെ പ്രാപിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം കൽപ്പാന്തകാലത്ത് ആദിശേഷന്റെ മുഖങ്ങളിൽ നിന്നും വമിക്കുന്ന അഗ്നി കൊണ്ട് ഈ വിശ്വമാകെ ദഹിക്കുന്ന കാഴ്ച കാണുന്നു. ഇതിനുശേഷം സിദ്ധേശ്വരന്മാരുടെ ആവാസസ്ഥാനമായ ബ്രഹ്മലോകത്ത് പോയി 2 പരാർത്ഥകാലം വസിക്കുന്നു. സംസാരസാഗരത്തിൽ പെട്ടുഴലുന്ന മനുഷ്യരെക്കുറിച്ചോർത്തുള്ള ദുഃഖമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് അവിടെ വെച്ച് ഉണ്ടാവുകയില്ല. ജരയോ മൃത്യുവോ ഒന്നും തന്നെ ആ യോഗിയെ ബാധിക്കുകയില്ല. ഈ യോഗിക്ക് വേണമെങ്കിൽ സൂക്ഷ്മ ശരീരം കൊണ്ട് പൃഥിവ്യാദി പഞ്ചഭൂതങ്ങളെയും പ്രാപിക്കാം. പൃഥ്വീരൂപനായി സ്വശരീരത്തോടെ ജലാത്മക തത്വത്തെ പ്രാപിച്ചിട്ട് ജ്യോതി സ്വരൂപത്തെയും പിന്നെ വായുസ്വരൂപത്തെയും പിന്നെ ആകാശരൂപത്തെയും പ്രാപിക്കാം. അതായത് ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗന്ധതന്മാത്രയെയും, രസനേന്ദ്രിയം കൊണ്ട് രസതന്മാത്രയെയും, ശ്രോതേന്ദ്രിയം കൊണ്ട് ശബ്ദതന്മാത്രയെയും, ത്വക് ഇന്ദ്രിയം കൊണ്ട് സ്പർശതന്മാത്രയെയും, നേത്രേന്ദ്രിയം കൊണ്ട് രൂപതന്മാത്രയെയും പ്രാപിക്കാം. അതാത് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചതന്മാത്രകളെയും പ്രാണനെ കൊണ്ട് ഇന്ദ്രിയശക്തിയെയും പ്രാപിക്കാം. സൂക്ഷ്മഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ലയസ്ഥാനമായും മനോമയമായും ദേവമയമായും സ്ഥിതി ചെയ്യുന്ന അഹങ്കാര തത്വത്തിൽ പ്രവേശിച്ചിട്ട് മഹത്തത്വത്തിലേക്കും ത്രിഗുണങ്ങളുടെ ലയസ്ഥാനമായ മൂലപ്രകൃതിയിലേക്കും എത്തിച്ചേരുന്നു. ഇപ്രകാരം പരമാത്മാവിനെ പ്രാപിക്കുന്ന ആനന്ദമയനായ ആ യോഗിക്ക് പിന്നെ പുനരാവൃത്തി ഉണ്ടാവുകയില്ല. അല്ലയോ മഹാരാജൻ, ഞാൻ അവിടുത്തേക്ക് ക്രമമുക്തിയെക്കുറിച്ചും സദ്യോന്മുക്തിയെക്കുറിച്ചും പറഞ്ഞു തന്നിരിക്കുന്നു. പണ്ട് ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ പൂജിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഭഗവാൻ അത്യാശ്ചര്യം നിറഞ്ഞതും സനാതനവും ദേവപ്രസിദ്ധവുമായ ഈ ഉപദേശത്തെ നൽകുകയുണ്ടായി. യാതൊരുവനാണോ ഭഗവാൻ വാസുദേവനിൽ നിർവ്യാജമായ ഭക്തി ഉണ്ടാകുന്നത് അവന് വളരെ വേഗത്തിൽ തന്നെ മുക്തി സംഭവിക്കുന്നു. സംസാരമോചനം നേടുന്നതിന് ഇതിലും ശ്രേഷ്ഠമായ മറ്റൊരു മാർഗവും ഇല്ല. ബ്രഹ്മാവ് ഏകാഗ്രചിത്തനായി 3 തവണ വേദം പഠിച്ചതിൻ്റെ ഫലമായി ഭഗവാൻ നാരായണനിൽ പരമപ്രേമസ്വരൂപിയായ ഭക്തി ജനിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഈ മാർഗം തന്നെയാണ് ശ്രേഷ്ഠമെന്ന് നിശ്ചയിച്ചു. സർവചരാചരാദികളിലും വർത്തിക്കുന്ന ഭഗവാന്റെ അസ്തിത്വം പ്രത്യക്ഷാനുമാന പ്രമാണങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധി ഉപയോഗിച്ച് അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ലയോ നൃപോത്തമ, ഇതുകൊണ്ടെല്ലാം സർവർക്കും എല്ലായ്പ്പോഴും സ്മരണീയനും കീർത്തനീയനും ശ്രവണീയനും ആയിട്ടുള്ളത്
ഭഗവാൻ ശ്രീഹരി തന്നെയാകുന്നു. സജ്ജനങ്ങളിൽ ആത്മരൂപേണ പ്രകാശിക്കുന്ന ഭഗവാന്റെ കഥാമൃതത്തെ ശ്രവണപുടങ്ങളിൽ നിറച്ച് യാതൊരുവനാണോ പാനം ചെയ്യുന്നത്, അവൻ വിഷയവാസനകൾ കൊണ്ട് ദുഷിച്ചിരിക്കുന്ന അന്ധക്കരണത്തെ പരിശുദ്ധമാക്കുകയും ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പുരുഷ സംസ്ഥാന വർണ്ണനം നാമ ദ്വിതീയോധ്യായ. അങ്ങനെ 2ാം സ്കന്ധത്തിലെ 2ാം അധ്യായം സമാപിച്ചു. ഇനി 3ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.